എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുക യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ 2026 രോഹിണി നക്ഷത്രക്കാർക്ക് 2026 മറ്റുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇടപെടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. രോഹിണി നക്ഷത്രക്കാർക്ക് ചെറിയൊരു കാര്യം ഞാൻ തരാം. 2026 ശത്രുതാ ദോഷം കൂടുന്ന ഒരു സമയം കൂടെ ഉണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക്. അപ്പോൾ 2026 അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, അതായത് നമ്മളോട് വഴക്കിട്ട് പോയ ആൾക്കാർ 2026 കൂട്ടുകൂടി വരുമ്പോൾ രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതായത് രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് 37 വയസ്സ് തൊട്ടുള്ളവർ, അതായത് 37 വയസ്സ് തൊട്ട് 52 വയസ്സിന് ഇടയ്ക്കുള്ളവർ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ്. അതായത് 2025 പല ബിസിനസ്സുകളും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം. ഈ പാർട്ട്ണർഷിപ്പിൽ ആ കൂട്ടുകാരികൾ വീണ്ടും നമ്മുടെ അടുത്ത് രണ്ടാമത് വരുന്ന സമയം, അതായത് വഴക്കിട്ട് പോയവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവരായിട്ട് അടുത്ത ബിസിനസ്സും കാര്യങ്ങളൊന്നും തുടങ്ങരുത്. നിങ്ങളുടെ മനസ്സിലുള്ള നല്ല കാര്യങ്ങൾ അവരായിട്ട് പങ്കുവെക്കുക, കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് രോഹിണി നക്ഷത്രക്കാരൻ ഗൾഫിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇല്ലെങ്കിൽ ലോൺ കിട്ടുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരായിട്ട് പറയരുത്. വീടിൻ്റെ അടുത്ത് കിടക്കുന്ന പരിസരവാസികൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, ഭാര്യ വീട്ടുകാരായിക്കോട്ടെ സ്വന്തം വീട്ടുകാരായിക്കോട്ടെ വളരെ ശ്രദ്ധയോടുകൂടി വേണം. 2020 പാരകൾ വരുന്നൊരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. 37 വയസ്സ് തൊട്ട് 52 വയസ്സിന് ഇടയ്ക്കുള്ള രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. 2025 പിണങ്ങിയ കൂട്ടുകാരായിട്ട് 2026 അവരായിട്ട് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കരുത്. പിണങ്ങിയ കൂട്ടുകാരൊക്കെ രണ്ടാമത് തിരിച്ചു വരുന്ന സമയത്ത് തലയ്ക്ക് മേൽ കണ്ണു വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ ജാമ്യം നിൽക്കുക. കടബാധ്യതകൾ, അതായത് വലിയ പൈസകൾ കടം കൊടുത്ത് സ്നേഹിക്കുകയോ എടുക്കുകയോ ഒന്നും 2026 രോഹിണി നക്ഷത്രക്കാർ ചെയ്യരുത്. ജീവിതകാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. ശത്രുദോഷങ്ങളും അതേപോലെ തന്നെ കഷ്ടകാലങ്ങളും വരാൻ പോകുന്ന ഒരു സമയം കൂടെ ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു പോകണം. ഞാൻ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് വാച്ച് ചെയ്തൊന്ന് നിർത്തുക. അതായത് കഴിഞ്ഞ 2026 പ്രശ്നമുണ്ടായ ആൾക്കാരായിട്ട് ഈ 2026 കൂടരുത്. മിണ്ടുന്നതിനും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ശ്രദ്ധയോടുകൂടി പോകണം. അവരായിട്ട് ബിസിനസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഈ ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി അതായത് വ്യാഴാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ ശ്രീകൃഷ്ണ ഭഗവാന് സുദർശന മന്ത്ര അർച്ചന നടത്തുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും. ശത്രുദോഷങ്ങളും അതുപോലെ കഷ്ടകാലങ്ങളും ഒക്കെ തീരും. ഭഗവാനെ തന്നെ പ്രീതിപ്പെടുത്തുക. ഇത് കേട്ടിട്ട് ആരും ടെൻഷനാകണ്ട. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാതിരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഗൾഫിൽ പോകണം. ആ 30-ാം തീയതിയാണ് പോകുന്നത്. അപ്പോൾ ഒരു 10 ദിവസം മുമ്പ് ബന്ധുക്കാരോടും പരിസരവാസികളോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞാൽ മതി. അത് തന്നെയാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു വന്നത്. അപ്പം പല ആൾക്കാർ പാരകൾ വെക്കാൻ വരും. രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധയോടുകൂടി പോകണം. അതായത് ജോലി സ്ഥലത്ത് പാരയുണ്ടാകും, നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പാരയുണ്ടാകാം, ബന്ധുക്കരിൽ പാരയുണ്ടാകാം. അപ്പോൾ 2026 കഴിഞ്ഞ വർഷത്തെ അനുഭവമുള്ള ആൾക്കാരായിട്ട് ഈ വർഷം കൂട്ടുകൂടാതിരിക്കുക. ശ്രദ്ധിച്ച് അവർ കൂട്ടുകൂടാൻ വന്നാൽ നമ്മുടെ തലയ്ക്ക് മേലൊരു കണ്ണുണ്ടായി ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതാണ് കൂടുതൽ രോഹിണി നക്ഷത്രക്കാർ ഈ വർഷം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറിലൊന്ന് വിളിക്കുക.